അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ, മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോം, ചുങ്കത്തറ. ആധുനിക ജീവിതത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തും ധാർമ്മിക മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ചുമാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. കുട്ടികളുടെ പ്രായവും പ്രകൃതവും അറിഞ്ഞുള്ള പാഠ്യപദ്ധതിക്ക് മാത്രമേ അവരുടെ ശുദ്ധ പ്രകൃതത്തെ കാത്തുസൂക്ഷിക്കാനാവൂ. 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള 3 വർഷക്കാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തും സ്വീകരിക്കുവാനുള്ള താൽപ്പര്യത്തോടെ ലോകത്തെ നോക്കിക്കാണുന്ന പ്രായമാണ്. സ്നേഹവും ലാളനയും നഷ്ടപ്പെടാതെ എന്തും പഠിക്കാനും പരിശീലിക്കാനും പാകമായവരാണവർ. ഈ പ്രായക്കാർക്കായി രൂപം കൊണ്ട നൂറുൽ ബയാൻ വൽ ഫത്ഹു റബ്ബാനി എന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമഗ്രമായ പാഠ്യപദ്ധതി കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന നാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് അഞ്ചുമൽ തഅലീമുൽ ഖുർആൻ ATQവിൻ്റെ അഫിലിയേഷനോടെ 2015-16 വർഷക്കാലത്ത് അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ ആദ്യ ബാച്ച് ചുങ്കത്തറ മനാറുൽ ഹുദ സംഘത്തിൻ്റെ കീഴിൽ ആരംഭിച്ചു. Question number 1. Fill in the missing number in the given box. This box is missing. One number missing. അള്ളാഹുവിന് സർവസ്തുതി. അവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ നിഷ്കളങ്കരായ പിഞ്ചു പഠിതാക്കൾ ആത്മാർപ്പണം ചെയ്ത അധ്യാപികമാരുടെ ശിക്ഷണത്തിൽ നേർദിശ പ്രാപിച്ചു വരുന്നു. പരിശീലനം സിദ്ധിച്ച അധ്യാപികമാർ ഈ സംവിധാനത്തിൻ്റെ നെടും തൂണുകളാണ്. മാതൃഭാഷയും ഇംഗ്ലീഷും കണക്കും അറബിയും ശാസ്ത്രവും പൊതുവിജ്ഞാനവും പഠിക്കാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ പാരായണ നിയമത്തോടെ, ശിശു സൗഹൃദ വിവരണത്തോടെ ആദ്യം മുതൽ അവസാനം വരെ 3 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 3 ആവർത്തി പൂർത്തീകരിക്കുവാൻ ഈ പാഠ്യപദ്ധതി മുഖേന സാധിക്കുന്നു.
പ്രാഥമിക ഇസ്ലാമിക ശിക്ഷണ മുറകളും സ്വഭാവ രൂപീകരണവും കുട്ടികളുടെ അഭിരുചികളും സർഗാത്മകതയുമൊക്കെ ആരോഗ്യകരമായി സാധ്യമാക്കുന്നു. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ആരാധനാ കർമ്മങ്ങളും പ്രമാണബന്ധിതമായി പരിശീലനം ലഭിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളെ ചേർക്കാനുള്ള പ്രായം 6 വയസ്സായി നിജപ്പെടുത്തിയതിനാൽ ഈ പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികൾക്ക് ഏറെ ഫലം ചെയ്യുന്നതാണ്. CBSE, കേരള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മലയാളം മീഡിയം സ്കൂൾ, വിദേശത്തെ ഏത് സ്കൂളുകളിലേക്കും തുടർ പഠനത്തിന് ഈ പാഠ്യപദ്ധതി പര്യാപ്തമാണ്. ഈ പാഠ്യപദ്ധതിയുടെ തുടർച്ച 1-ാം ക്ലാസ് മുതൽ തുടർന്ന് പഠിക്കുവാൻ അവസരമൊരുക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് മാറ്റത്തിന്റെ പുതിയ ശബ്ദങ്ങൾ സ്വീകരിച്ച് പുതിയ തലമുറക്കായി രക്ഷിതാക്കൾക്ക് നൽകാവുന്ന വലിയ സമ്മാനമാണ് അൽ-ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ. To the much awaited beautiful vast academic year, the second anniversary of Al-Fitra Islamic Preschool 2016-17. We will start with a qiraat, and for that I invite our student Sakina Nasli onto the stage. الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات هم جنات تجري الأنهار ذلك الفوز كبير إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث جنود
Sakina Nasli. May Allah bless this whole evening with His utmost kind and mercy. There is no doubt that the head of an institution has to play a vital role in uplifting that institution to a high reputation. Now I invite Mr. Bashru Salman, the principal, Students' Home Campus, for officially inviting all of you to this celebration. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi alladhi hadana lihada wama kunna law nakhtiya lawla an hadana Allah. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ സുഹൈൽ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 14ാം രാവ് സീസൺ 1 വിന്നർ മിസ്റ്റർ ബാദുഷ, അതുപോലെ ഇതിന് സമ്മാനദാനം നിർവഹിക്കാൻ വേണ്ടി മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോം സെക്രട്ടറി കണ്ണിയൻ അബൂബക്കർ മാസ്റ്റർ, അതുപോലെ പ്രസീഡിയം അലങ്കരിച്ചിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, PTA മെമ്പേഴ്സ്, അതുപോലെ പ്രിയ രക്ഷിതാക്കളെ, അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരെ, കൊച്ചു വിദ്യാർത്ഥികളെ, നല്ലവരായ പ്രദേശവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യഭാരമായ അനുഗ്രഹത്താൽ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ ചുങ്കത്ര 2 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് ഈ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ നമ്മുടെ ഈ അൽഫിത്രയുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റുള്ള നമ്മുടെ പ്രദേശത്തുള്ള മറ്റു അൽഫിത്രകളെല്ലാം താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിലവാരം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളാണ് ചുങ്കത്രയിലെ നമ്മുടെ ഈ ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടുത്തെ എല്ലാം അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിലവാരം പാഠ്യ വിഷയങ്ങളിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും നല്ല ഉയർന്ന നല്ല വിദ്യാഭ്യാസം തന്നെയാണ് നമുക്കിവിടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എൻ്റെ മുന്നിൽ വരുന്ന പല രക്ഷിതാക്കളുടെയും അവരുടെ മുഖം കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം എനിക്കുണ്ടാവാറുണ്ട്, മാത്രമല്ല എൻ്റെ സഹപ്രവർത്തകർക്കും ഉണ്ടാവാറുണ്ട്. കാരണം അവരോടെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് എനിക്ക് കിട്ടാതെ പോയ ഒരു ഭാഗ്യം തന്നെയാണ് എൻ്റെയൊക്കെ മക്കൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ രക്ഷിതാക്കൾ ഞങ്ങളുടെയൊക്കെ മുന്നിൽ വന്നുകൊണ്ട് കരയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയും, എനിക്ക് അതല്ലെങ്കിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് കിട്ടാതെ പോയ ഒരു അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങളുടെയൊക്കെ മക്കൾക്ക് കിട്ടിയിട്ടുള്ളത്. തജ്വീദ് നിയമങ്ങളോടുകൂടി വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ കഴിയുന്ന സ്വാലിഹത്തായ മക്കളെ വളർത്തെടുക്കുവാൻ, അതല്ലെങ്കിൽ അത്തരം മക്കളെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ, അതിന് അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആദ്യം സ്തുതിക്കുന്നത് എന്നാണ് പല രക്ഷിതാക്കളും എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാറുള്ളത്. ഇതിൻ്റെയൊക്കെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ അനധ്യാപകരും അടക്കമുള്ള നമ്മുടെ PTA മെമ്പേഴ്സ്, അതുപോലെ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്തിനും ഏതിനും കൂടെ നിന്നുകൊണ്ട് നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ PTA-യും നമ്മൾ സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ വിജയങ്ങളെല്ലാം കരസ്ഥമാക്കാൻ സാധിക്കുന്നതും ഇത്തരം വലിയൊരു പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് മികവുകൾ കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ നമ്മുടെ പല മികവുകളും പുറങ്ങളിലേക്കും എത്തിക്കുവാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്.
ഇന്ന് മനുഷ്യർ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിവുണ്ട്, എന്നാൽ തിരിച്ചറിവിന്റെ കുറവാണ് ഇന്ന് മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം, നമ്മളുടെ എല്ലാം ഈ മക്കൾ വരുമ്പോൾ, മക്കളെല്ലാം വളർന്ന് വലുതായി വരുന്ന സമയത്ത് ചിലർ വഴി മാറി തരേണ്ടി വരും, അതല്ലെങ്കിൽ വഴി മാറ്റി കൊടുക്കേണ്ടി വരും. അതായിരിക്കും അന്നുണ്ടായിരിക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ കൂടി ഒന്ന് ഓർക്കുക. മാത്രമല്ല, നമ്മുടെ ഈ അൽഫിത്ന സ്കൂളില് 3 വർഷത്തേക്കുള്ളൊരു നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു കുട്ടിയെ അൽഫിത്ന ഇസ്ലാമിക് പ്രീ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ രക്ഷിതാവിന്റെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ട്. എന്താണ് ആ നിയ്യത്ത്? എൻ്റെ മകൻ അതല്ലെങ്കിൽ എൻ്റെ മകൾ 3 വർഷം കഴിയുമ്പോഴേക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ നോക്കി പാരായണം ചെയ്യാൻ അക്ഷരസ്ഫുടതയോടുകൂടി തജ്വീദ് നിയമങ്ങളോടുകൂടി എൻ്റെ മകന് അതല്ലെങ്കിൽ മകൾക്ക്, എൻ്റെ മക്കൾക്ക് അത് പാരായണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ രക്ഷിതാക്കളും അൽഫിത്രയുള്ള സ്ഥാപനങ്ങളെ തേടുന്നതും അങ്ങോട്ട് പറഞ്ഞു വിടുന്നതും. അറിയാമല്ലോ. മാത്രമല്ല, ഇന്ന് സമകാലിക ലോകത്തെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സുകളിൽ അനിവാര്യമായിരിക്കേണ്ട സാംസ്കാരിക ബോധം തകർന്ന് തരിപ്പണമാകുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം അൽഫിത്രകളുടെ പ്രാധാന്യം കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളുടെയൊക്കെ മക്കൾ വളർന്നു വലുതായി വരുന്ന സമയങ്ങളിൽ നാടിന് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നല്ല ഒരു അർത്ഥവത്തായ മക്കളെ വാർത്തെടുക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 14ാം രാവ് സീസൺ വിന്നർ മാസ്റ്റർ ബാദുഷയെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ സുഹൈൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോം സെക്രട്ടറി കൂടിയായ ശ്രീ കണ്ണിയൻ അബൂബക്കർ മാസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ ഈ വാർഡ് മെമ്പർ കൂടിയായ നുസ്രത്ത് KK ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ സ്കൂൾ പ്രതിനിധി കൂടിയായ മാസ്റ്റർ ഹമദിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് കൂടിയായ ഷാഹിന ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ പ്രസീഡിയം അലങ്കരിച്ചിട്ടുള്ള ബാക്കി എല്ലാ PTA മെമ്പേഴ്സിനെയും അതുപോലെ മാനേജ്മെന്റ് അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ വീക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രക്ഷകർത്താക്കളെയും അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരെയും ഈ പ്രദേശവാസികളെയും കൊച്ചുകുട്ടികളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ തന്നെ ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ പരിപാടിയും വീക്ഷിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ നല്ല പ്രോത്സാഹനങ്ങളെല്ലാം കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ തന്നെ നല്ല കയ്യോടെയോടുകൂടി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഇവിടെ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir, for the welcome speech and for making Al-Fitra Islamic Preschool such a remarkable institution in this area. We have a very strong PTA which know all our needs and requirements and thereby fulfilling them. Here I welcome Dr. Suhail, PTA President, to deliver the presidential address. Alaikum wa rahmatullah. Alhamdulillah. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulil Amin wa ala alihi wa sahbihi ajma'in. Amma ba'd.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മുടെ വിശിഷ്ടാതിഥി ഉദ്ഘാടകൻ മാസ്റ്റർ മുഹമ്മദ് ബാദുഷ, ബഹുമാനപ്പെട്ട കണ്ണിയൻ അബൂബക്കർ മാസ്റ്റർ, മറ്റു PTA മെമ്പർമാരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ അൽഫിത്ര പ്രീ ഇസ്ലാമിക് സ്കൂളിൻ്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള ആനുവൽ ഡേ സെലിബ്രേഷൻസിലാണ്. നാം ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് വളരെ മലിനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. സോഷ്യൽ മീഡിയ ആയാലും ബാക്കി എല്ലാ ആധുനിക സംവിധാനങ്ങളായാലും ശരി, അതെല്ലാം നല്ലത് ഉള്ളതിനേക്കാൾ ഉപരി തിന്മയിലേക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. ഇങ്ങനത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ അതതിൻ്റെ ആ ശുദ്ധപ്രകൃതം ആദ്യത്തിലെ തന്നെ നിലനിർത്തി പോരുവാൻ ഈ അൽഫിത്ര പോലുള്ള സ്ഥാപനങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിസരങ്ങളിലെ അൽഫിത്രകളിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, നിലവാരത്തിൽ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ചുങ്കത്ര അൽഫിത്ര. അതിന് ഈ അൽഫിത്രയുടെ സ്റ്റാഫിനെയും മാനേജ്മെൻറ്റിനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ പിന്നെ നമ്മുടെ രക്ഷിതാക്കളോട് ഒരു കാര്യം ഉപദേശിക്കാനുള്ളത്, നമ്മുടെ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഒരു ചെറിയൊരു പോയിന്റ് മാത്രം പറയുകയാണ്. അതായത് നമ്മൾ നെഗറ്റീവ്സ് മാക്സിമം ഒഴിവാക്കണം. ഒരു തരത്തിലും നമ്മുടെ മക്കൾ അത് തെറ്റ് തന്നെ ആവട്ടെ, നമ്മളവരെ ചെയ്യരുത് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഒരിക്കലും പറയരുത്. അതിന് പകരം നമ്മൾ വേറെ രീതിയിൽ അതിനെ വളച്ചു തിരിച്ച് ആ ചെയ്തതിനെ